നമസ്കാരം. 2026 വിഷു ഫലം. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ വർഷം ഹൈലി പോസിറ്റീവായിട്ടുള്ള, വളരെ ഉയർന്ന തരത്തിൽ തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു വർഷമാണ്. ഇതുപോലെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദാമ്പത്യ കലഹവും ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിച്ചു പോരുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. ശരിക്കും പറഞ്ഞാൽ രാജയോഗം എന്നൊക്കെ പറയില്ലേ, ജോലിയിൽ പ്രമോഷൻ, അതുപോലെ തന്നെ ശമ്പള വർധനവ്, നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച, അംഗീകാരം, ഇതുമൊക്കെ സജ്ജനപ്രീപ്തി, ബഹുമതി, ഇതുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷമാണ് ഈ പറയുന്ന വിഷു വർഷം. സത്യസന്ധമായ പല ചേഞ്ചസും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്കും ഉദ്യോഗം കാത്തിരിക്കുന്നവർക്കും ഒക്കെ തൊഴിൽ ലാഭം കിട്ടാം. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകാം. വിവാഹാദി മംഗള കർമ്മങ്ങളൊക്കെ വന്നു ചേരാം. പുനർവിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. വസ്തുവും വാഹനമൊക്കെ മേടിക്കാൻ യോഗം കാണുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒരു കാറ്, 4 വീലർ, 2 വീലർ ഉള്ളവർക്ക് 4 വീലറൊക്കെ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. ഉന്നത പഠനത്തിൽ ഉയർച്ച വന്നു ചേരാം. പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളൊക്കെ മുന്നിൽ തുറന്നു വരികയും സാമ്പത്തിക സഹായം ചെയ്യാൻ ആളുകൾ രംഗത്തേക്ക് ഉയർന്നു വരികയൊക്കെ ചെയ്യും. ശക്തമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ വന്നു ചേരുന്ന വർഷമാണ്. തൊഴിൽ മാറ്റം, ശത്രുക്കൾ മൂലം അപകീർത്തിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ രംഗത്തും നിങ്ങളുടെ ആത്മാർത്ഥതയും ജാഗ്രതയും പുലർത്തുന്നത് വളരെ നന്നായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും മധ്യപ്രായവും കഴിഞ്ഞവരും ഒരുവിധം വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവരും ഒക്കെ നല്ലതുപോലെ യോഗയും അതുപോലെ തന്നെ നാമജപവും വ്യായാമവും ഭക്ഷണ രീതികളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയേറെ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തി നേടാവുന്നതാണ്. അൾസർ പോലെയുള്ള രോഗങ്ങൾ, ഉദര രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാമ്പത്യ ക്ലേശം, പങ്കാളിയുമായിട്ടുള്ള കലഹം, ഇവയൊക്കെ മാറി നിൽക്കുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് വിജയം പ്രതീക്ഷിക്കാം. വീഴ്ച, പതനം, വാഹന അപകടം ഇവയൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഗൃഹനിർമ്മാണം, ഭവന നിർമ്മാണം പുനരാരംഭിക്കുന്നതാണ്. ശനിയുടെ ഗോചരം മൂലം ഈ വിഷുവർഷം പ്രൊഫഷണൽ ഗ്രോത്ത് ധാരാളമായിട്ടുണ്ടാകുന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് 100% ഈ വർഷം പൂവണിയുന്ന ഒരു വിഷുവർഷം തന്നെയാണ് തുലാം രാശിക്കാർക്ക്.